ഹലോ, ഇന്ന് ഞാൻ വളരെ ഗൗരവമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുമ്പോഴും ഈ ഒരു പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തേക്കാവുന്ന സ്ട്രെസ്സിനെ കുറിച്ചും റിസ്കിനെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ള് കാണാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ത്രൂ ഔട്ട് പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഫോളോവേഴ്സ് എനിക്ക് DM ചെയ്ത് അയച്ചിരുന്നു. വോയിസ് ആക്ടിംഗ് എന്ന പ്രൊഫഷനിലേക്ക് മാറാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. വോയിസ് ആക്ടിംഗ് ഇഷ്ടമാണ്, പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഫഷന്റെ ആദ്യത്തെ റിസ്ക് മണി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു സ്ഥിരം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിന്ന് ഫ്രീലാൻസ് ജോബിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരം കിട്ടുന്ന ശമ്പളം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കടന്നു പോയേക്കാവുന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും, ദേഷ്യം വരും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാം, നിങ്ങളുടെ സമാധാനത്തെ ബാധിക്കാം, സന്തോഷത്തെ ബാധിക്കാം, ഉറക്കത്തെ ബാധിക്കാം. ഇതെല്ലാം ഈ ഒരു പ്രൊഫഷന്റെ ആദ്യകാലങ്ങളിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള സ്ട്രെസ്സുകളാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷനിലേക്ക് കടന്നാൽ വർക്കിംഗ് അവേഴ്സ് ഇല്ലായിരിക്കും എന്നുള്ളതാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എന്നൊരു സ്ഥിര സമയമൊന്നും കാണില്ല. എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം. ക്ലയൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. ഒരു 3 മണിക്കൂറിലോ ഒരു ദിവസത്തിനുള്ളിലോ ഒക്കെ നമുക്ക് ഔട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു വർക്കിംഗ് അവേഴ്സ് ഇല്ല. ഏത് സമയത്തും ജോലി ചെയ്യാൻ നമ്മളുടെ മനസ്സ് തയ്യാറായിരിക്കണം. റിസ്കിനെ പറ്റിയും സ്ട്രെസ്സിനെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. ഈ ഒരു പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്തൊക്കെ ചെയ്താൽ നമുക്ക് നന്നായി മണി ജനറേറ്റ് ചെയ്യാം എന്നുകൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കോണ്ടാക്ട്സ് വെക്കുക, നല്ല കണക്ഷൻസ് വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു തൊഴിലിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ ഓൺലൈനിൽ പരിചയപ്പെടും. അത് ലിങ്ക്ഡിൻ വഴിയായിരിക്കും, ചിലപ്പോൾ ഫേസ്ബുക്ക് വഴിയായിരിക്കും, ഇൻസ്റ്റഗ്രാം വഴിയായിരിക്കും. കാരണം ആവശ്യമുള്ള ഒരുപാട് ക്ലയൻസ് നമുക്കുണ്ട് നമ്മളുടെ മാർക്കറ്റിൽ. രണ്ടാമത്തെ കാര്യം, മൾട്ടിപ്പിൾ അഡ്വർടൈസ്മെന്റ് ഏജൻസികളുമായിട്ട് നമ്മൾ ടൈപ്പിലിരിക്കുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ അഡ്വർടൈസ്മെന്റ് ഏജൻസികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ പരസ്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പിലിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, നമ്മളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ലോക്കൽ സ്റ്റുഡിയോസുമായി നമ്മൾ ടൈപ്പിലിരിക്കുക. ഇടയ്ക്ക് അവിടെ പോയി വോക്കൽ ടെസ്റ്റ് ചെയ്യുക. നമ്മളുടെ ശബ്ദത്തിന് യോജിക്കുന്ന വർക്കുകൾ വരുമ്പോൾ അവർ നമ്മളെ വിളിക്കും. ഒരു ബൾക്ക് പ്രോജക്റ്റ് ഒക്കെ സ്റ്റുഡിയോസ് എടുക്കും. അപ്പൊ സ്റ്റുഡിയോകൾക്ക് വോയിസ് ആർട്ടിസ്റ്റുകളെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ അവർ കോണ്ടാക്ട് ചെയ്യും. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, വേക്കൻസികളും ഓപ്പണിങ്സും അപ്ലോഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളുടെ പ്രൊഫൈൽ നല്ല ബെസ്റ്റ് ആക്കി വെക്കുക. അവര് ഓരോ റിക്വയർമെന്റ്സ് ഇടുന്ന സമയത്ത്, ഓരോ പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് റിക്വയർമെന്റ് നോക്കി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മളുടെ വോയിസ് സാമ്പിൾസ് അവർക്ക് അയച്ചു കൊടുക്കാം. ഇനിയും ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അതിനി അടുത്ത വീഡിയോയിലാക്കാം. ഇതിപ്പോൾ ഒരുപാട് ലെങ്തി ആയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.